എന്റെ അമ്മോ, കഴിവറ മോനെ. എടാ എടാ റോയി, നീയായിരുന്നോ? അല്ല, ആൽബർട്ട് അലക്സ്. വിടളിയാ, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഏതായാലും പുതിയ അവതാരം കൊള്ളാം. ഇതെന്ത് പറ്റിയാണ് നിന്റെ നെറ്റിയിൽ? ഏതായാലും നീ വന്ന ദിവസം കൊള്ളാം. എന്താടാ? എടാ, എന്റെ ജോലി ഇന്ന് തീർച്ചേനെ. ഓഫീസിന് കുറച്ച് ക്യാഷുമായിട്ട് ബാങ്കിലേക്ക് പോകുന്ന വഴി ഒരുത്തന്നെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നേ. എന്തോ അവന് രക്ഷപ്പെട്ടു. എന്തോ നിന്റെ കഴിവാന്നാ വിചാരിച്ചത്? എടാ, ഐശ്വര്യമുള്ള കാലുകുത്തി എന്റെ ഗുണമാ അത്. അതുപോട്ടെ, നീ എവിടെയായിരുന്നു ഇതുവരെ? അതൊരു പെരിയ കഥ. അന്ന് ഞാൻ നേരെ ബോംബെക്ക് വിട്ടടാ. അവിടെ ചില ചുറ്റിക്കളികളിലൊക്കെ ചെന്ന് പെട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറെ കാശും കൈ വന്നു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഇപ്പം YMC റോഡിൽ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ ആന്റണി ചേട്ടന്റെ വർക്ക്ഷോപ്പ് വാടകയ്ക്ക് എടുത്ത് നടന്നു. അന്ന് നീ ജയിലിൽ വെച്ച് പറഞ്ഞത് മുതൽ എന്റെ മനസ്സ് മാറുകയായിരുന്നു. എനിക്കും തോന്നി ഒരു ചേഞ്ച് ആവശ്യമാണ്. എന്തായാലും ഇപ്പൊ മനസമാധാനമുണ്ട്. എനിക്കില്ലാത്ത അതാടാ. അതൊക്കെ പോട്ടെ, ഞാൻ എവിടെ ഉണ്ടെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ചാക്കുണ്ണി ചേട്ടനെ ഞാൻ കണ്ടിരുന്നു. വിവരങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞത്? പിന്നെ നീ കരകയറി കണ്ടതിൽ ഒരാൾ ഹാപ്പിയാ. ആരടാ? എന്തോ പഴയതൊക്കെ മറന്നടാ. നമ്മുടെ കോളാമ്പി ലോഡ്ജ് മുതലാളിച്ചി. അളയാ, ഇനി വെച്ച് താമസിപ്പിക്കാതിരിക്കുന്ന ആ ബുദ്ധി. നീ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ഒരാഴ്ച നമുക്ക് ഇവിടെ കൂടാം. അയ്യോ, അത് പറ്റില്ല. പഴയതുപോലൊന്നും അല്ലല്ലേ ഞാൻ. ഭയങ്കര ബിസിയാ. ആ കാർ നന്നാക്കി വന്നാ അപ്പ ഞാൻ പോവും. കാറോ? നീ കാറൊക്കെ പിടിച്ചോ? വാങ്ങിച്ച പോലെ തന്നെയാ. എന്ന് വെച്ചാ ഈടാ ആളിയാ, വർക്ക്ഷോപ്പിനകത്തോട്ട് കയറി കഴിഞ്ഞാ കാർ നമ്മളെല്ലാവരും നാട്ടുകാരാണ്. ഓഹോ, അപ്പൊ പഴയ തൊഴിലൊന്നും നീ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ലല്ലേ? ഇല്ല, പലതും കുറേശ്ശെ മിച്ചം വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, 2 ഗ്ലാസ് എടുക്ക്. ഓ, എന്തൊരു തണുപ്പ് ഇവിടെ. പഞ്ചറൊക്കെ ശരിക്കും ഒട്ടിച്ച് ഹോൺ ശരിയാക്കിയാ ധൈര്യമായിട്ട് പോവാല്ലോ. ശരിയല്ലേ? എടാ, നീ ഇവിടെ വന്നിട്ട് നമുക്കൊന്നും ശരിക്കും കൂടാൻ പറ്റില്ലടാ. അടുത്ത തവണ നീ തിരിച്ചു വരുമ്പോ നമുക്ക് ശരിക്കും ആഘോഷിച്ചോളാം. ഓക്കെ, നീ ഫ്രണ്ടിൽ കയറിക്കോളെ. അല്ല, കറിയാച്ചനായിരുന്നോ? പേടിപ്പിച്ചോളൂ. എന്താ ഈ നേരത്ത്? അതെയോ? വേണ്ട വേണ്ട, താൻ എന്തെടുക്കായിരുന്നോ അവിടെ? കുറെ നേരമായല്ലോ ഞാൻ മുട്ടാൻ തുടങ്ങിയിട്ട്. അല്ല, ഞാൻ അടുക്കളയിൽ. മതി മതി, തന്നോടെ മാനേജർ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ, ഈ തണുപ്പത്തോ? രാവിലെ അല്ലെന്ന്. മതി, ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെന്നാലും മതി. പക്ഷെ ജോലിയുണ്ടല്ലോ, തെറിക്കും. എടോ, അത്യാവശ്യമായതുകൊണ്ടല്ലേ ഈ രാത്രി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ക്വാർട്ടേഴ്സ് 2 വീശിക്കൊണ്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? പെട്ടെന്ന് തന്നെ. എന്നൊരു കാര്യം ചെയ്യ്, താനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വീട്ടിൽ വരാം. ഓ പിന്നെ, ഇങ്ങോട്ട് വന്നതിന്റെ പാട് തന്നെ എനിക്കറിയാം. തനിക്ക് പറ്റുമെങ്കിൽ പോയാൽ മതി. എനിക്ക് ക്വാർട്ടേഴ്സ് പോയിട്ട് വേറെ പണിയുണ്ട്. ഗുഡ് നൈറ്റ്. ചേടാ, പാതിരാത്രിയായാലും മനുഷ്യനെ കിടത്തി ഉറക്കൂല എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ ഇയാൾക്ക് എന്ത് പണ്ടാരം പറയാനാ?
ആൽബർട്ട് അലക്സ്, സൂപ്പർവൈസർ, ഗോൾഡൻ വാലി ടി എസ്റ്റേറ്റ്, സൂര്യഗിരി. Good morning. Good morning. I am Isaac Thomas from Crime Branch. Glad to meet you. I'm Krishnanuni Menon. Please take your seat. Thank you. എന്താ പ്രത്യേകിച്ച് ഈ വഴി? ഇയാളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം താങ്കളുടെ എസ്റ്റേറ്റ് ബൗണ്ടറിക്ക് അടുത്ത് വെച്ചുണ്ടായ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത് ഇയാളാണ്. കുറേയേറെ ക്രിമിനൽ കേസുകളിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കക്ഷിയെ. ചുരുക്കി പറഞ്ഞാൽ ആളൊരു വാടക കൊലയാളിയാണ്. എനിക്ക് നിങ്ങളുടെ വർക്കേഴ്സ് സെൽസിലൂടെ ഒന്ന് കാണണമായിരുന്നല്ലോ. ഈ കക്ഷിയെ ആരെങ്കിലും കണ്ടിരുന്നോ, ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണ് എന്നിങ്ങനെ ചില ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഫൈൻ, താങ്ക് യു. ഈ സൂപ്പർവൈസർ ആൽബർട്ട് അലക്സ്, എനിക്ക് ആദ്യം കാണുന്നത് അയാളെയാണ്. എന്നാ മറിയമ്മ, ഓ പൊണ്ണു இன்னைக்கு வேலைக்கு இல்லையா? என்னாச்சு? ஐயா, அவளுக்கு உடம்பு சரியில்லை. என்னம்மா இவ்வளவு மெதுவா கிளற? கை கையாதான் வலிக்குதா? கடகடன்னு வேலையை பாரு. சூப்பர்வைசர் சார், உங்களை போலீஸ் கூப்பிடுறாங்க. You are Mr. Albert Alex? അതെ സർ. ഈ ഫോട്ടോയിൽ കാണുന്ന സലീം നിങ്ങളെ കാണാൻ വന്നിട്ട് എപ്പോഴാ തിരിച്ചു പോയത്? സലീമോ? അതെ, കഴിഞ്ഞ ദിവസം ജീപ്പ് ആക്സിഡന്റിൽ മരിച്ച സലീം. എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വന്നിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് അയാൾ പരിചയമേ ഇല്ലെന്നോ? ഇല്ല സർ, എനിക്ക് പരിചയമില്ല. മിസ്റ്റർ മേനോൻ, അപ്പോൾ ആരാ പറഞ്ഞത് അയാൾ ആൽബർട്ടിന്റെ ക്വാർട്ടേഴ്സിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്നോ? ചേടാ, ഓരോരുത്തന്മാര് കാച്ചുന്ന കാച്ച്. മിസ്റ്റർ ആൽബർട്ടിന്റെ നാട് എവിടെയാ? നെന്മാറ. ഓ, പാലക്കാട്. എനിക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തരുന്നതിൽ വിരോധമില്ലല്ലോ? ഇല്ല. എന്തിനാ സർ? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാൻ പറ്റുമോ? കിണറ്റിൽ മുങ്ങിയ കുളത്തിലല്ലേ പൊങ്ങുന്നത്. ആജീവനാന്ത ആരാ ഒരേ ജോലിയിൽ തന്നെ ഇരിക്കുന്നത്? ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അപ്പോ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പെർമനന്റ് അഡ്രസ്. NENMAR. ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. NEMMAR. അതല്ലേ ശരി? അതെ സർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മിസ്റ്റർ ആൽബർട്ട്. നിങ്ങളുടെ പണി നടക്കട്ടെ. താങ്ക് യു. എന്തായി ആൽബർട്ടിന്റെ നാട്ടിൽ പോയിട്ട്? കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ആൽബർട്ടിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അയാളുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എന്നിട്ട് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? അയാൾക്ക് ബന്ധുവെന്ന് പറയാൻ ഒരു അമ്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഫർദറായിട്ട് ഒന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നാട് വിട്ട് പോയിരിക്കുമെന്നാണ് അവിടുത്തെ സംസാരം. Now it is clear. സാർ, ഇത് സേതുമാധവൻ ആൽബർട്ടിന്റെ ഐഡന്റിറ്റിയിലാണ് ഇയാൾ ഇപ്പൊ ജീവിക്കുന്നത്. ഇയാളെങ്കിൽ പൊക്കിയാലോ സാർ? വരട്ടെ. നമുക്കാദ്യം ഈ സാറിനെ ഒന്ന് കാണണം. താൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല സാർ. സോറി, ഞാൻ അല്പം ബിസി ആയിരുന്നു. തന്നെ വിളിപ്പിച്ചത്
എടോ എന്റെ അംബാസഡർക്കാരന് അല്ലറത്തിലുള്ള പണിയുണ്ട്. താനാവൊന്ന് കൊണ്ടുപോയി നീറ്റായി കൊണ്ടുവരണം. ചെയ്യാം സാർ. ആ ഇരിക്കേ. വേണ്ട സാർ. ഇരിക്കടോ. പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ കയറ്റിയാലോ എന്നൊരു ആലോചന. താൻ എന്ത് പറയുന്നു? നല്ലതാണ് സാർ. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേതുമാധവനുണ്ടല്ലോ, അയാളിപ്പോ എവിടെയാ? അറിയില്ല സാർ. എന്നാ താൻ പോ. അതെ, ആ സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ആൽബർട്ടിനെ തലക്കറിയാവോ? അറിയില്ല സാർ. ശരി ശരി. പിന്നെ ഈ ഡീസൽ എഞ്ചിൻ കയറ്റാന്ന് വെച്ചാൽ മെറ്റഡോറോ ജെയോ ഏതാ നല്ലത്? എല്ലാം നല്ലതാണ്. ആദ്യം അല്ലറ ചില്ലറ പണിയൊക്കെ തീരട്ടെ. ശരി സാർ. നിന്നെ വിളിച്ച അയാളിങ്ങനെയെല്ലാം ചോദിച്ചെന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്. ഐസക് ഒരു കുറുക്കനാ. എന്തിനുള്ള ഭാവമാണെന്ന് ആർക്കറിയാം. എടാ അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരുത്തിന് എന്റെ കാശ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്ന്. അവൻ ഇവിടെ കണ്ടു വെച്ചൊരു ആക്സിഡന്റിൽ ചത്തു. അന്ന് ഈ ഐസക്കാണ് അവനെ അറിയോന്ന് ചോദിച്ചു എന്റെ അടുത്ത് വന്നത്. അന്നേ അയാൾക്ക് എന്നിൽ എന്തോ സംശയമുള്ളത് പോലെ. പുലിവാലായ കോള. സ്വസ്ഥത നശിച്ചല്ലോ ഭഗവാനെ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുറച്ച് ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുക്ക്. നാളെ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്ന് മാറി തിരിച്ചെത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എന്താ ആൽബർട്ടി പറയുന്നത്? ഇപ്പോൾ ലീവ് എടുത്താൽ എങ്ങനെയാ? ഒന്നാമത് നിങ്ങളുടെ പ്രൊബേഷൻ തന്നെ കഴിഞ്ഞിട്ടില്ല. സാർ അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാ. കഴിയുന്നേ ഞാൻ തിരിച്ചെത്താം. ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും പറ്റില്ല. ഒന്നാമത് മാനേജറിന് ലീവ്. ഹലോ, കൃഷ്ണനുണ്ണി ഹിയർ. ആരെ? ആൽബർട്ട്, ജസ്റ്റ് 1 സെക്കൻഡ്. ഹലോ ആൽബർട്ടേ, ഇത് ഞാനാ, സാക്ഷാൽ ആൽബർട്ട്. ഹലോ, ആരാ? എന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലിയൊക്കെ സമ്പാദിച്ച് വിലസി എങ്ങനെ കഴിയുകയാണല്ലേ സുഹൃത്തെ? ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്കൂളിലും കോളേജിലുമായി 10-15 വർഷം ഞാൻ പെട്ട പാട് താൻ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പേടിക്കണ്ട. പോലീസിലൊക്കെ അറിയിച്ച് തന്നെ അകത്താക്കണമെന്നൊന്നും എനിക്കില്ല. എന്റെ പ്രസന്റ് പ്രശ്നം പണമാണ്. താനൊരു കാര്യം ചെയ്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ സിറ്റിയിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ ബേസ്മെന്റിൽ ഒരു 25,000 രൂപയായിട്ട് വാ. ഞാൻ കാത്തിരിക്കും. പിന്നെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. വെക്കട്ടെ.